BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കിങ് ഫഹദ് കോസ്വേയിലൂടെ ദിനംപ്രതി കടന്നുപോകുന്നത് 39,000 വാഹനങ്ങളെന്ന് കണക്കുകൾ. അവധി ദിനങ്ങളിൽ ഇത് 46,000 ഉയരും. കസ്റ്റംസ് പ്രസിഡന്റും കിങ് ഫഹദ് കോസ്വേ അതോറിറ്റി ബോർഡ് വൈസ് ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹമദ് അൽ ഖലീഫയും കിങ് ഫഹദ് കോസ്വേ അതോറിറ്റി സിഇഒയും യൂസഫ് ബിൻ ഇബ്രാഹിം അൽ അബാനും കഴിഞ്ഞ ദിവസം കിങ് ഫഹദ് കോസ്വേ സന്ദർശിച്ചിരുന്നു. ഈ സന്ദർശന വേളയിലാണ് അധികൃതർ കണക്കുകൾ വ്യക്തമാക്കിയത്. സിഇഒയുമായും മുതിർന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തിയ കസ്റ്റംസ് പ്രസിഡന്റ് സൗകര്യങ്ങൾ അവലോകനം ചെയ്യുകയും കോസ്വേയുടെ ബഹ്റൈൻ ഭാഗത്തുള്ള കസ്റ്റംസ് വിഭാഗങ്ങളുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. യാത്രാ നടപടികൾ വേഗത്തിലാക്കുന്നതിനും ചരക്കുകളുടെ സുഗമമായ ചലനം ഉറപ്പാക്കുന്നതിനുമുള്ള ക്രമീകരണങ്ങളും അദ്ദേഹം പരിശോധിച്ചു. തിരക്കേറിയ സമയങ്ങളിൽ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിക്കുന്നതിനും മറ്റുമുള്ള സമയം കുറഞ്ഞിട്ടുണ്ട്. ശരാശരി 46 മിനിറ്റാണ് ട്രക്കുകൾക്കായി എടുക്കുന്നത്. പാസഞ്ചർ പ്രോസസിംഗ് ഏരിയകളുടെ വിപുലീകരണം മൂലം 50% ശേഷി വർദ്ധിച്ചു. മണിക്കൂറിൽ 2,500 വാഹനങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ സാധിക്കും. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പ്രവർത്തനങ്ങളിൽ വർധനയുണ്ടായി. കിങ് ഫഹദ് കോസ്വേ ജീവനക്കാരുടെ ശ്രമങ്ങൾക്ക് കസ്റ്റംസ് പ്രസിഡന്റ് അഭിനന്ദനം അറിയിച്ചു. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലും നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിലും ജീവനക്കാരുടെ പങ്ക് അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു. അപ്രതീക്ഷിതമായി ഓണം അവധി ദിവസങ്ങളിലെത്തുമ്പോൾ പ്രവാസികളുടെ മനസ്സിൽ ആകെ ആഹ്ലാദത്തിന്റെ കപ്പലോട്ടമാണ്. നബിദിനാവധിയും തിരുവോണവും ഒരേ ദിവസം എത്തുമ്പോൾ പ്രവാസികളുടെ ആഘോഷത്തിന് നിറച്ചാർത്തേറും. ബഹ്റൈനിൽ അത്തം നാൾ മുതൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ഓണാഘോഷ ചടങ്ങുകൾ ആഗസ്റ്റ് 30 പിള്ളേരോണത്തോടെയാണ് ആരംഭിച്ചത്. ഓണാഘോഷയാത്രാ മത്സരം, മഹാരുചിമേള എന്നിവയൊക്കെ നടന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ KS ചിത്ര, G വേണുഗോപാൽ, മധു ബാലകൃഷ്ണൻ തുടങ്ങി നിരവധി കലാകാരന്മാരുടെ പരിപാടികളാണ് സമാജത്തിൽ അരങ്ങേറുക. അടുത്ത 2 മാസ കാലയളവിൽ വിവിധ സംഘടനകളുടെ വൈവിധ്യമാർന്ന ഓണാഘോഷ പരിപാടികളും നടക്കും. 27 ലുലു ഗലേറിയ മാളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓണം ഫെസ്റ്റ് നടത്തും. നിരവധി മത്സരങ്ങൾ അടങ്ങിയ ഓണം ഫെസ്റ്റിൽ മറിമായം ഫെയിം വിനോദ് കോവൂരും ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ അവതാരക വർഷ രമേശും അതിഥികളായി എത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വിവിധ സംഘടനകളുടെയും അസോസിയേഷനുകളുടെയും ആഘോഷ പരിപാടികൾക്കായി കലാകാരന്മാരുടെ നീണ്ട നിര തന്നെ പവിഴ ദ്വീപിലെത്തും. വയറും മനസ്സും നിറയ്ക്കുന്ന മഹാസദ്യക്കാലമാണ് ഇനിയുള്ള 2 മാസം. ബഹ്റൈനിലെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പുതുപുത്തൻ രുചികളുമായി ഈ ഓണാഘോഷത്തിൽ അണിനിരന്നു കഴിഞ്ഞു. 20-30 കൂട്ടം വിഭവങ്ങളാണ് ഓരോ റെസ്റ്റോറന്റുകളും ഒരുക്കുന്നത്. സദ്യവട്ടത്തിന് തെക്കനും വടക്കനും സ്റ്റൈലുകളുണ്ട്. മധ്യകേരളത്തിന്റെ രുചി വൈവിധ്യവുമുണ്ട്. വള്ളുവനാടിന്റെ പെരുമയുമുണ്ട്. കണ്ണൂരിലെ നോൺ വെജ് സദ്യയുമുണ്ട്. സ്വതർന്ന ഈ വിഭവങ്ങളെല്ലാം ഒരു ദിവസം പരീക്ഷിക്കാനുള്ള അവസരം പ്രവാസിക്ക് മാത്രമാണ്. ബഹ്റൈനിലെ വസ്ത്രശാലകളെല്ലാം പ്രത്യേക ഓണപ്പുടവുകളുമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. കസവുകളും കേരള വേഷ്യങ്ങളും വിപണിയിൽ സജീവമായി കഴിഞ്ഞു. കേരള തനിമയിൽ തന്നെ വൈവിധ്യമുള്ള വേഷ്യവിധാനങ്ങളാണ് ഇത്തവണ വിപണിയിൽ എത്തിയിട്ടുള്ളത്. ഇല 1-ന് 2 മുതൽ 4 ദിനാർ വരെ നിരക്കുള്ള ഓണസദ്യയുടെ ബുക്കിംഗ് തിരുവോണ ദിവസമായ ഇന്നലെയും ഉണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റുകളെല്ലാം ഓണവിഭവങ്ങൾക്ക് വൻ ഓഫറുകൾ പ്രഖ്യാപിച്ച ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആഘോഷ മൂഡിലാണ്. ഈ മാസം മുഴുവൻ ആഘോഷം അല്ലയടിക്കും. ശ്രാവണം 2024 ഓണാഘോഷങ്ങളുടെ ഭാഗമായി വർണ്ണാഭമായ ഘോഷയാത്രാ മത്സരം നടന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6 ആരംഭിച്ച പരിപാടികൾ 11 വരെ നീണ്ടു. മികച്ച രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട പരിപാടി അഭൂതപൂർവമായ ജനത്തിരക്കായിരുന്നു സമാജത്തിലും പരിസരങ്ങളിലും. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ ചേർന്ന് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. നിശ്ചല ദൃശ്യ ഫ്ലോട്ടുകൾ, പ്രച്ഛന്ന വേഷങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, അനുഷ്ഠാന കലകൾ, വാദ്യമേളങ്ങൾ, ഡിസ്പ്ലേകൾ തുടങ്ങി അനവധി ആകർഷണങ്ങൾ നിറഞ്ഞതായിരുന്നു പങ്കെടുത്ത ഓരോ ടീമുകളും അവതരണങ്ങൾ. വയനാട് ദുരന്തം, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകം, സ്ത്രീ ശാക്തീകരണം, മതമൈത്രി തുടങ്ങിയ വിവിധ ആശയങ്ങൾ ഫ്ലോട്ടിലും മറ്റുമായി ഭംഗിയായി അവതരിപ്പിക്കപ്പെട്ടു. കാണികൾക്ക് അക്ഷരാർത്ഥത്തിൽ ദൃശ്യവിരുന്നൊരുക്കിയ ഘോഷയാത്ര ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. സമാജം ഉപവിഭാഗങ്ങളായ സാഹിത്യ വിഭാഗം, എന്റർടൈൻമെന്റ് വിഭാഗം, മെമ്പർഷിപ്പ്, ഫിലിം ക്ലബ്ബ്, ബാഡ്മിന്റൺ, ലൈബ്രറി എന്നീ ടീമുകൾ സമാജത്തിൽ നിന്നും പങ്കെടുത്തപ്പോൾ ശ്രേഷ്ഠ ബഹ്റൈൻ, ഔർ ക്ലിക്സ്, വോയിസ് ഓഫ് ആലപ്പി, വോയിസ് ഓഫ് ട്രിവാൻഡ്രം എന്നീ ടീമുകൾ സമാജത്തിന് പുറത്തുനിന്നുള്ള സംഘടനകളായി പങ്കെടുത്തു. പ്രവാസി ലീഗൽ സെൽ മികച്ച പ്രവർത്തക പുരസ്കാരം അഡ്വക്കേറ്റ് സോണിയ സണ്ണിക്ക്
പ്രവാസി ലീഗൽ സെല്ലിന്റെ 2023 ഏറ്റവും മികച്ച പ്രവർത്തക പുരസ്കാരമാണ് അഡ്വക്കേറ്റ് സോണിയ സണ്ണിക്ക് ലഭിച്ചത്. വിദേശ തൊഴിൽ തട്ടിപ്പിലും മറ്റും അകപ്പെട്ട നൂറുകണക്കിന് ഇരകൾക്ക് നിയമസഹായം നൽകിയതുൾപ്പെടെയുള്ള പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിലാണ് പുരസ്കാരം അഡ്വക്കേറ്റ് സോണിയ സണ്ണിക്ക് നൽകുന്നത് എന്ന് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം പറഞ്ഞു. എറണാകുളം ജില്ലാ കൺസ്യൂമർ കമ്മീഷൻ അധ്യക്ഷൻ DB ബിനുവും മുൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനും ഇപ്പോൾ പ്രവാസി ലീഗൽ സെൽ കേരള ചാപ്റ്റർ അധ്യക്ഷനുമായ ജഡ്ജ് മോഹനദാസും ചേർന്നാണ് ഈ പുരസ്കാരം നൽകിയത്. പ്രവാസികളെ നിയമപരമായി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടനയാണ് പ്രവാസി ലീഗൽ സെൽ. ലോകത്തെമ്പാടും പ്രതിനിധികളുള്ള പ്രവാസി ലീഗൽ സെൽ UK ചാപ്റ്റർ അധ്യക്ഷയാണ് ഡോക്ടർ സോണിയ സണ്ണി. പ്രവാസ മേഖലയിൽ പ്രതിബദ്ധതയുള്ള കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി ലീഗൽ സെൽ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കുമെന്നും ഗ്ലോബൽ വക്താവ് സുധീർ തിരുനെല്ലത്ത് അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചതോടെ 5 വാർഡുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിലാണ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. ഇവിടങ്ങളിൽ നബിദിന ഘോഷയാത്ര മാറ്റിവെക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. നിപ മരണം സ്ഥിരീകരിച്ചതോടെ തിരുവാലി പഞ്ചായത്തിലടക്കം അതീവ ജാഗ്രത. നിപ ബാധിച്ചു മരിച്ച 24-കാരൻ 4 സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. മരിച്ച വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട് സമ്പർക്കത്തിലുള്ളവരെ ഐസൊലേഷനിലേക്ക് മാറ്റി. ഇതിൽ ലക്ഷണങ്ങളുള്ള 5 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ 14 വയസ്സുകാരൻ നിപ ബാധിച്ചു മരിച്ചത് 2 മാസം മുൻപാണ്. ചെമ്പ്രശ്ശേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് വീണ്ടും നിപ സ്ഥിരീകരിച്ചത്. തിരുവാലി പഞ്ചായത്തിൽ നിപ സംശയിക്കുന്ന 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരെ പ്രത്യേകം നിരീക്ഷിക്കും. പഞ്ചായത്തിൽ മാസ്ക് ധരിക്കുന്നതും നിർബന്ധമാക്കി. വണ്ടൂർ പഞ്ചായത്തിലെ നടുവത്ത് സ്വദേശിയും ബംഗളൂരുവിൽ വിദ്യാർത്ഥിയുമായ 24-കാരൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. യുവാവിന്റെ സമ്പർക്കത്തിലുള്ള 151 പേരുടെ പട്ടിക പുറത്തിറക്കി. നേരത്തെ 26 പേരായിരുന്നു സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അപൂർവമെങ്കിലും അണുബാധ സാധ്യതയുള്ള എല്ലാവരുടെയും കോൺടാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആർക്കെങ്കിലും അണുബാധയുണ്ടായിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ച് ജീവൻ രക്ഷിക്കുന്നതിനും പുതുതായി ആർക്കും അണുബാധ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാനും വേണ്ടിയുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളതായും മന്ത്രി അറിയിച്ചു. കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് യുവതി മരിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന ഡ്രൈവർ പിടിയിൽ. വെളുത്തമണൽ സ്വദേശി അജ്മലിനെയാണ് പോലീസ് പിടികൂടിയത്. ശാസ്താംകോട്ട പാതാരത്ത് നിന്ന് തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് പിടിയിലായത്. പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സൂചന. മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. മൈനാഗപ്പള്ളി ആനൂർക്കാവിലാണ് സ്കൂട്ടർ യാത്രികരെ കാർ ഇടിച്ചു വീഴ്ത്തിയത്. നിലത്ത് വീണ മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുപോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കിയാണ് അജ്മൽ രക്ഷപ്പെട്ടത്. സ്കൂട്ടർ ഓടിച്ച ഫൗസിയയ്ക്കും പരിക്കേറ്റു. നാട്ടുകാർ കാർ തടയാൻ ശ്രമിച്ചെങ്കിലും വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു. കാറിൽ അജ്മലിനൊപ്പം ഉണ്ടായിരുന്ന വനിതാ ഡോക്ടർ ശ്രീകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 1 വയസ്സുകാരി ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മരിച്ചു. കൊട്ടക്കൽ കോഴിച്ചനയിലാണ് കുട്ടി ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മരിച്ചത്. എടരിക്കോട് പെരുമണ്ണക്കുന്നായ വീട്ടിൽ നൌഫലിന്റെ മകൾ ഹൈറ മറിയമാണ് മരിച്ചത്. കുട്ടിയെ വീട്ടിലെ ബാത്റൂമിലെ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചു. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. കോഴിക്കോട് പേരാമ്പ്രയിലെ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിൽ. തൊതുതാഴയിലാണ് മോഴയാന എത്തിയത്. ആനയെ തുരത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ പ്രദേശവാസികളാണ് കാട്ടാനയെ കണ്ടത്. പ്രഭാത സവാരിക്കിറങ്ങിയവരാണ് പള്ളിത്താഴ ഭാഗത്ത് ആദ്യം ആനയെ കണ്ടത്. വീട്ടുമുറ്റത്തെത്തിയ ആന ജനങ്ങൾ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് അവിടെ നിന്ന് മാറി. വിവരമറിയിച്ചതിനെ തുടർന്ന് വയനാട്ടിൽ നിന്നുള്ള എലിഫന്റ് സ്ക്വാഡ് പേരാമ്പ്രയിലെത്തി. ആന നിലവിൽ പന്തിരിക്കരയിലെ വയലിലും കൃഷിയിടങ്ങളിലുമായി തുടരുകയാണ്. വിവരമറിഞ്ഞ ജനങ്ങൾ മേഖലയിൽ തടിച്ചുകൂടി. വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ആന കാട്ടിലേക്ക് കയറുമെന്ന കണക്ക് കൂട്ടലിലാണ്. പരിഭ്രാന്തരാകേണ്ട സാഹചര്യമുണ്ടായാൽ മാത്രമേ മയക്കുവെടി വെക്കേണ്ട കാര്യമുള്ളൂവെന്നാണ് വിലയിരുത്തൽ. പെരുവണ്ണാമൊഴി കാടുകളിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെയാണ് നിലവിൽ ആന ഉള്ളത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.